കോഴിക്കോട് വെള്ളയിൽ ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ വടകര സ്വദേശി ആൽവിൻ മരിച്ചത് ബെൻസ് കാർ ഇടിച്ചാണെന്ന് വെള്ളയിൽ പോലീസ്. ഇടിച്ച ബെൻസിന് ഇൻഷുറൻസ് ഇല്ല എന്നും പോലീസ് വ്യക്തമാക്കി. ആൽവിന്റെ മരണകാരണം ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വടകര കടമേരിയിലാണ് ആൽവിന്റെ സംസ്കാര ചടങ്ങുകൾ. റിപ്പോർട്ട് നോക്കിയ ശേഷം അതിഥികളിലേക്ക്. കോഴിക്കോട് വെള്ളയിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ വടകര കടമേരി സ്വദേശിയായ ടി.കെ. ആൽവിൻ എന്ന 20-കാരൻ മരിച്ചിരുന്നു. ഈ മരണത്തിന് കാരണമായത് മെഴ്സിഡസ് ബെൻസിൻ്റെ ഈ വാഹനമാണ് എന്നാണ് പോലീസ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്. അതായത് ഡിഫൻഡറും മെഴ്സിഡസ് ബെൻസ് എന്നീ രണ്ട് വാഹനങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ ചിത്രീകരിക്കുന്നതിനിടയിൽ മെഴ്സിഡസ് ബെൻസ് ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ തലക്കു പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിന് കേസെടുത്ത് ശിക്ഷിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അത് പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും വണ്ടി പരിശോധിക്കാനുണ്ട്. അതിനുശേഷം മറ്റു നടപടി സ്വീകരിക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഇടിച്ചതിന് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചതിനുള്ള വകുപ്പ് കൂട്ടിച്ചേർക്കും. അതിനോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നടപടിയുണ്ടാകും. ഡിഫൻഡർ വാഹനം ഓടിച്ച റയീസിൻ്റെയും അതുപോലെ തന്നെ സാബിത്തിൻ്റെയും ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് അടുത്ത ദിവസം തന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മെഴ്സിഡസ് ബെൻസ് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഇത് കേരളത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ഇതിൻ്റെ രജിസ്ട്രേഷൻ മാറ്റിയിട്ടില്ല. മാത്രവുമല്ല ഇതിന് ഇൻഷുറൻസ്, അതുകൊണ്ട് തന്നെ ഇൻഷുറൻസുമില്ല. ഈ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം പൊതുനിരത്തിലിറക്കി ഓടിച്ചതിന് പൊതുനിരത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചതിനും മറ്റു നടപടികളും ഇതിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. ഈ ആൽവിൻ എന്ന ഈ ചെറുപ്പക്കാരൻ 20 വയസ്സുകാരൻ മുൻപ് വൃക്കകൾക്ക് തകരാർ സംഭവിച്ചത് കാരണം ശസ്ത്രക്രിയയൊക്കെ നടത്തിയിരുന്നു. പിന്നീട് ഈ വീഡിയോഗ്രഫി ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനായി കോഴിക്കോട് വെള്ളയിലെത്തിയത്. ഇതിനിടയിലായിരുന്നു ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടാവുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. വടകര കടമേരിയിൽ തന്നെയായിരിക്കും ആൽവിൻ്റെ സംസ്കാര ചടങ്ങുകളും നടക്കുക. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ഉപേന്ദ്രനാരായണൻ, റോഡ് സുരക്ഷാ വിദഗ്ധനും ഒപ്പം രാകേഷ് നാരായണൻ, യൂട്യൂബറും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണിത്. കാരണം തൊഴിലിടത്തെ പ്രമോഷൻ റീൽസ് ചിത്രീകരിക്കുന്നതിന് ഇടെയാണ് ഈ യുവാവിന് 20 വയസ്സുകാരന് മരണം സംഭവിക്കുന്നത്. പിന്നീടുള്ള പോലീസിൻ്റെ പരിശോധനകളിൽ നിയമലംഘനങ്ങൾ ഓരോന്നായി വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. താങ്കൾ മനസ്സിലാക്കിയത്രത്തോളം നമ്മൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്? എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റിയിട്ടുള്ളത്? അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. കാര്യം എല്ലാ ദിവസവും ഓരോ വലിയ വലിയ നിയമലംഘനങ്ങൾ, ചെറുതല്ലല്ലോ. ഇപ്പൊ ഈ റോഡ് അപകടങ്ങൾ ഒരു ലാഘവത്തോടെ കാണുന്നു എന്നുള്ള ഒരു ബോധ്യം റെക്ലെസ് ഡ്രൈവേഴ്സിന് ഉള്ളത് കൊണ്ടാണ് ഒരു പൊതുനിരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്ടെ ബീച്ച് റോഡ് എന്ന് പറയുന്നത് രാവിലെ ആയതുകൊണ്ട് അല്പം സ്വല്പം ആൾക്കാരുടെയും വാഹനങ്ങളുടെയും കുറവുണ്ട്. അതേസമയം കുറച്ചും കൂടെ കഴിഞ്ഞ് സന്ധ്യ സമയമായി കഴിഞ്ഞാൽ അവിടെ ഫാമിലികൾ, കുട്ടികളെല്ലാം കൂടി പോകുന്ന ഒരു റോഡാണ് ബീച്ച് റോഡ്. അപ്പോ എന്തു കുറ്റം ചെയ്താലും അത് മാനിപ്പുലേഷൻ ചെയ്യാമെന്നും രക്ഷപ്പെടാമെന്നും ഒക്കെ ഉള്ള ഒരു ധാരണ കുറ്റവാളി മനസ്സുള്ളവർക്കുണ്ട്. അത് തന്നെയാണ് ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് പോലും ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആ വാഹനം എന്ന് പറയുന്നത് അത് അതീവ ഗംഭീരമായൊരു വാഹനമാണ്. അത് 0 നിന്ന് 100 കിലോമീറ്റർ വരെ കുതിക്കാൻ 3.8 സെക്കൻഡ് മാത്രം മതി. അതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്റർ ആണ് പരമാവധി വേഗത. ഈ ബീച്ച് റോഡില് അത് പരമാവധി വേഗതയിൽ എത്താൻ ആ ഡ്രൈവർ ശ്രമിച്ചു കാണും. അങ്ങനെയാണ് ഈ പാവപ്പെട്ട വീഡിയോഗ്രാഫർ മരിക്കാനുള്ള സാധ്യത. അവർക്ക് നിയമത്തോട് യാതൊരു പേടിയുമില്ല, നിയമലംഘനങ്ങളോട് യാതൊരു പേടിയുമില്ല, ഉത്തരവാദിത്തമില്ല. എന്തും ചെയ്യാം, എങ്ങനെയും രക്ഷപ്പെടും എന്നുള്ള ബോധ്യത്തിലാണ് ഈ വാഹനം തന്നെ തിരിമറി നടത്തി അത് വേറൊരു ഡിഫൻഡർ വാഹനത്തിന്റെ ആക്സിഡന്റ് ആക്കി മാറ്റിയത്. കാര്യം അതിന് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ അതിന് കോമ്പൻസേഷൻ കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പോ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തുകൂടാ.
കാര്യം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്റ്റേറ്റില് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടായി യുവാക്കൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതിന് എന്തെങ്കിലും ഒരു ഹാൻഡ് ബ്രേക്ക്, സഡൻ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കെങ്കിലും ആരെങ്കിലും ഇടണ്ടേ? ആരും ഇടുന്നില്ല. അതുകൊണ്ട് ഇത്തരം കുറ്റവാളികൾക്ക് ഒരു വളം വെച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ സ്റ്റേറ്റിൽ ഉള്ളത്. ഇതിന് അടിയന്തരമായിട്ട് പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണം. അനേകം പരിഹാര മാർഗങ്ങളുണ്ട്. ഇങ്ങനെ അവർക്ക് റീലി ചെയ്യാനാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലം കോയമ്പത്തൂർ കരി സ്പീഡ് ട്രാക്ക് ആണ്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് ഈവൻ ഫയർഫോഴ്സ് പോലും പ്രൈവറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ എത്ര കിലോമീറ്റർ വേണേലും ഓടിച്ച് പരീക്ഷിച്ച് റീൽ ചെയ്യാം. പൊതുനിരത്തിലല്ലോ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ശ്രീ ഉപേന്ദ്രനാരായണൻ. നമുക്ക് ആ പോംവഴികൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ തടയിടണം, നിയമപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ രാകേഷ് നാരായണൻ കൂടി ചേരുന്നുണ്ട്, യൂട്യൂബറാണ്. ശ്രീ രാകേഷ് നാരായണൻ, ഒരുപാട് വാഹന പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ പക്ഷേ അവിടെ നമ്മൾ നിയമം ലംഘിക്കാൻ പാടില്ല. നമ്മുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആളുണ്ടെങ്കിലേ അർത്ഥമുള്ളൂ എന്ന് പറയുന്നത് പോലെ ആളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട, അങ്ങനെ സുരക്ഷാ ലംഘനങ്ങൾ ഈ സംഭവത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേറ്റിലെ വാഹനം അത് ഇവിടേക്ക് എത്തുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷുറൻസ് നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ അടിമുടി നിയമലംഘനങ്ങൾ കൂടി ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഈ മേഖലയിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ സംഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യമേ പറയട്ടെ, തൻ്റെ തൊഴിലിനിടയിൽ അപകടത്തിൽ മരിച്ച ആൽവിന് ആദരാഞ്ജലികൾ. റീല് എടുക്കുക എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ നിയമലംഘനം എന്ന് പറയുന്നതോ രണ്ടും തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം എല്ലാം ചെയ്യുന്നത് പ്രോപ്പർലി ആയിരിക്കണം, സേഫായിട്ടായിരിക്കണം, ആർക്കും ഉപദ്രവമില്ലാണ്ടേ ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആൽവിൻ്റെ മരണകാരണം എന്ന് പറയുന്നത്, ആൽവിൻ്റെ അപകട കാരണം എന്ന് പറയുന്നത് വണ്ടി സ്പീഡിലെടുത്തിട്ടാണ്, വണ്ടി ഇടിച്ചിട്ടാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വണ്ടിയുടെ ആ ഒരു ഓടുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് ഇടിച്ചതായിരിക്കാനാണ് സാധ്യത. എന്തായാലും എല്ലാ തൊഴിലിടങ്ങളിലെയും പോലെ ഒരുപാട് അപകട സാധ്യതകൾ ഈ ഒരു തൊഴിലിടത്തിലുണ്ട്. നമ്മുടെ ആ ഒരു ചർച്ചകൾ എന്ന് പറയുന്നത് എങ്ങനെ നല്ല രീതിയിൽ ഇതിനെ ആ ഒരു സെക്യൂറായിട്ട് സേഫായിട്ട് എടുക്കാം എന്ന നിലയിലേക്കാണ് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാണ്ട് റീൽ എടുക്കുന്നത് എല്ലാം അപകടമാണ് എന്ന നിലയിലേക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു ചിന്ത. കാര്യം രാകേഷ്, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അറിയാമല്ലോ, നമുക്കൊരു പൊതു റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ റെയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ നിയമവിരുദ്ധമാണ്. ആളുകൾ ഇത്രയും, നമ്മുടെ റോഡുകളുടെ അവസ്ഥ അറിയാമല്ലോ, ഉള്ള റോഡ് തന്നെ നേരെ ചൊവ്വയല്ല, പലയിടങ്ങളും കുപ്പിക്കഴുത്ത് പോലെയാണ്. മറ്റൊന്ന് നമുക്ക് ഏറ്റവും ഉദാഹരണമായി പറയാൻ കഴിയുന്ന എന്താണ്, മൂന്നാർ ഗ്യാപ്പ് റോഡ് തന്നെ നോക്കൂ. ഏറ്റവും ഒടുവിലായി 30ഓളം നിയമലംഘനങ്ങളാണ്. അതിൽ പലതും റീൽസാണ് എടുക്കുന്നത്. ആ റോഡിൻ്റെ അവസ്ഥ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെ റീൽസ് എടുക്കുകയാണ്. പറഞ്ഞ് മടുത്തു അവിടുത്തെ MVD, പിഴയിട്ട് മടുത്തു. അപ്പോൾ ഇതൊരു ഹരമായി വീണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് യുവാക്കളടക്കം വീണ്ടും ഇതിൻ്റെ പിന്നാലെ വരുമ്പോൾ അത് തിരുത്തേണ്ടതല്ലേ? അത് തിരുത്തേണ്ടതാണ്. അപകടകരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പിടി വേണ്ടതാണ്, നേരത്തെ ആ ഒരു ഉപേന്ദ്രനാരായണൻ സാർ പറഞ്ഞ പോലെ. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സംവിധാനങ്ങളിൽ ഈ ഒരു കാര്യം, അതായത് സേഫായിട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കാനുള്ള ഒരു സാധ്യത കൂടി വേണം. ഇപ്പം നിങ്ങളൊരു സിനിമ ചിത്രീകരണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു പഞ്ചായത്താണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു സിറ്റി ആണെങ്കിൽ എല്ലാം അടച്ചു കെട്ടി അവർക്ക് സിനിമ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടു, യൂട്യൂബിലെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ. എന്തോ ഒരു കാര്യത്തെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ നക്കാപ്പിച്ച കൊണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽ കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഇവിടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കുറവാണ്. ഇതൊക്കെ പറയുന്നത് അതായത് പബ്ലിക് റോഡുകളിലെ അക്രമങ്ങളെ ന്യായീകരിച്ചുകൊണ്ടല്ല, അതൊന്നും ചെയ്യാൻ പാടില്ല, അതിനൊക്കെ എതിരായിട്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്കിവിടെ നേരത്തെ കാര്യം മോട്ടോർവേയുടെ കാര്യം ഉപേന്ദ്രനാരായണൻ സാർ പറഞ്ഞു കേട്ടോ, ഓക്കെ, ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റേസിങ്ങിനോ ഒക്കെ ആ ഒരു മോട്ടോർവേയിൽ പോകാം. പക്ഷേ അവിടെ 1-1.5 ലക്ഷമൊക്കെയാണ് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾക്കുള്ള ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലോ ഒരു പെർമിഷൻ എടുക്കാനുള്ള സംവിധാനം, അതിന് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ വേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ക്രിയേറ്റേഴ്സുള്ള ഒരു
സംസ്ഥാനം കൂടെയാണ് കേരളം. ഞാൻ പറയുന്നത് ഈ ആഭാസങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ അപകടകരമായ വിധത്തിൽ അഭ്യാസങ്ങൾ കാണിക്കുന്ന ആളുകളെയല്ല, പ്രോപ്പർലി ആയിട്ട്, അതായത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ കുറവ് നമുക്കുണ്ട്. നമ്മൾ കുറ്റപ്പെടുത്തലുകളിലേക്ക് മാത്രം പോകുന്നതിന് മുന്നേ ഒരു കണക്കിൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ കൂടി വേണ്ടേ എന്ന് കൂടി ആലോചിക്കണം എന്നാണ് എൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള കാര്യം. കാരണം ഈ ഒരു കാര്യം രാകേഷ്, ഇവിടെ വളരെ വളരെ ഒരുപക്ഷെ ആരോഗ്യകരമായ ചർച്ചകൾ ഇതിൽ നടക്കണം. കാരണം നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളോട് നമ്മൾ പൂർണ്ണമായും നീതി പുലർത്തുന്നുണ്ടോ, അതിസാഹസികതയുടെ പേരിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വശം തന്നെയാണ്. കാരണം പലരും അതിന് നീതി പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞു പോയ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഞാനൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പറഞ്ഞുവല്ലോ, ഈ ഗ്യാപ്പ് റോഡിലെ അവസ്ഥ അതല്ല, അതിനേക്കാൾ ഒരുപാട് റിപ്പോർട്ടുകൾ ദൈനംദിനമായി വരുന്നുണ്ട്. ദൈനംദിനമായി മരണത്തിൻ്റെ കണക്കുകൾ, അപകടത്തിൻ്റെ കണക്കുകളൊക്കെ നമ്മുടെ ഈ റോഡിൽ തന്നെയാണ് നടക്കുന്നത്. അവിടെയാണ് 20-കാരനും ജീവൻ പൊലിയുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡ് റീൽസ് ചിത്രീകരണത്തിൻ്റെ സ്ഥിരം വേദിയാണെന്ന് കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത് ഗൗരവമുള്ള നിയമലംഘനങ്ങളാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 30-ലേറെ നിയമലംഘനങ്ങളാണ് ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വന്നത്. എന്നാൽ ഇവിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ ഇതിലും ഏറെയാണ്. ആ റിപ്പോർട്ട് കൂടി പ്രേക്ഷകരെ കാണിക്കുകയാണ്. 2024 മെയ് മാസത്തിലാണ് ആദ്യമായി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഒരു സാഹസിക യാത്ര റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് നിയമലംഘനങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. ഇതുവരെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. റീൽസ് ചിത്രീകരിക്കുന്നതിനായി വാഹനത്തിന്റെ ഡോറിൽ ഇരുന്നും വാഹനത്തിന്റെ മുകളിൽ കയറി ഇരുന്നു വരെ യാത്ര ചെയ്ത സംഭവങ്ങൾ മൂന്നാറിലുണ്ടായി. ദൃശ്യങ്ങൾ പുറത്തു വന്ന സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. നിയമലംഘകരിൽ ഏറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു. കേരളത്തിൽ നിന്നുള്ള നിയമലംഘകർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളുണ്ടായി. ഇത്തരം സാഹസിക യാത്രക്കാർ സ്വയം അപകടത്തിൽപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവരെ കൂടി അപകടത്തിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിയമലംഘനങ്ങൾ നടത്തിയതിൽ ഏറെയും സ്വകാര്യ വാഹനങ്ങളാണ്. എന്നാൽ സഞ്ചാരികളുമായി സവാരി നടത്തുന്ന ജീപ്പ് ഡ്രൈവർമാർ ഈ നിയമലംഘനത്തിന് അവസരം നൽകുകയും ചെയ്യുന്നുണ്ട്. നിയമലംഘനങ്ങൾ ഇങ്ങനെ തുടർക്കഥയാവുമ്പോഴും മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കാര്യക്ഷമമാണെന്ന് പറയാൻ കഴിയില്ല. ഇനിയൊരു അപകടമുണ്ടായാലേ അധികൃതർ ഉണരൂ എന്ന് തോന്നുന്നു. ഇടുക്കിയിൽ നിന്ന് ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, തിരക്കേറിയ സമയങ്ങളിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള അഭ്യാസങ്ങളാണ് അധികവും നടക്കുന്നത്. അപ്പോൾ നമുക്കിതിലൊരു തിരുത്തൽ വേണം, പ്രായോഗികമായ വശങ്ങൾ വേണം. ഈ ബോധവൽക്കരണമൊക്കെ തന്നെ MVD നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ, കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഒരു ഹരമാക്കി മാറ്റുകയാണ്. എതിരെ വരുന്നവൻ എത്ര അടക്കിപ്പിടിച്ച് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചാലും ഈ തിരിച്ച് എതിരെ വരുന്നവന്റെ അശ്രദ്ധ ഒന്ന് മാത്രം മതി ആ വാഹനത്തിലിരിക്കുന്ന ആളുകളുടെ മൊത്തവും ജീവൻ നഷ്ടപ്പെടാൻ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഒരു സംഭവം ഒരു ഐ ഓപ്പണായി നമ്മൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കണം, കാണണം. അത് കണ്ടല്ലേ പറ്റുകയുള്ളൂ. എന്താണ് പ്രായോഗിക നിർദ്ദേശം താങ്കൾക്ക് വയ്ക്കാനുള്ളത്? ഒരു ഉദാഹരണം പറയും. ഞാൻ 2004 അന്നത്തെ ബഹുമാനപ്പെട്ട DGP ആയിരുന്ന ഹുർമിസ് തരകൻ സാറ് എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. എന്നോട് പറഞ്ഞു, ഉപേന്ദ്രൻ നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ 2 സെക്ടർ, അതായത് 2 പോലീസ് സെക്ടർ എന്ന് പറയുന്നത് കവടിയാർ കൊട്ടാരം, ശാസ്തമംഗലം, നമ്മുടെ MLA ക്വാർട്ടേഴ്സിന്റെ അടുത്ത് ആശാൻ സ്ക്വയർ, അങ്ങനെ കേശവദാസപുരം വരെയുള്ള 2 പോലീസ് സെക്ടറുകളിൽ നിങ്ങൾ എൻഫോഴ്സ് ചെയ്യണം, ബോധവൽക്കരണം ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഞാനൊരു പോലീസ് വാഹനവും ഒരു വയർലെസ്സും കൂടെ സെക്ടർ SIയും നിങ്ങളുടെ പിന്നിൽ വേറൊരു വണ്ടിയിലുണ്ടാവും. ഇതുമാതിരി ഞങ്ങൾ ചെല്ലുമ്പോൾ 4 ഡെത്ത് എല്ലാ മാസവും അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. കൂടുതലും ഈ ബൈക്ക് അഭ്യാസങ്ങൾ കവടിയാർ റോഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ഒരാളെ പിടിച്ചതിന് ശേഷം ഇത് എവിടെയാണ് ഇത് ആൾട്ടർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ വർക്ക്ഷോപ്പുകാരനെ ലോക്കൽ പോലീസിൽ ഏൽപ്പിച്ചിട്ട് വർക്ക്ഷോപ്പുകാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഇനി മേലിൽ ഞാൻ ആൾട്ടർ ചെയ്ത് കൊടുക്കില്ല, ഇതുവരെ ഇത്ര വാഹനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ള രജിസ്ട്രേഷൻ നമ്പരും ആ മൊബൈൽ നമ്പരും കൊടുത്ത് അവരെല്ലാം പോലീസ് വിളിച്ചു വരുത്തി, അവരുടെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചു വരുത്തി, മക്കൾ ജീവിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതിന് പൈസ കൊടുക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം 2-ാം മാസം തിരുവനന്തപുരത്തുകാർക്കൊക്കെ അറിയാം, എല്ലാവരും ഫുട്പാത്തിൽ കൂടെ നടക്കും, സീബ്ര ക്രോസിംഗിൽ വാഹനങ്ങൾ നിർത്തി കൊടുക്കും. അങ്ങനെ ഒരു വല്ലാത്ത ഒരു വ്യത്യാസം അവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2-ാം മാസം 4-ൽ നിന്ന് 1 ചുരുങ്ങി, 3-ാം മാസം 0 ആയി. ആ 000 എന്നുള്ളത് ഒരു കൊല്ലം നിന്നു. എന്നിട്ട് പിന്നെ ഞാൻ അത് എങ്ങനെ അപകടം കുറച്ചു എന്നുള്ളത് തൃശ്ശൂർ പോലീസ് അക്കാഡമിയില് 8,000 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിച്ചു.
എന്തുകൊണ്ട് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഏജൻസി, ഞാൻ പോലീസുകാരനൊന്നും അല്ലെങ്കിൽ തന്നെയും എന്നെ അന്ന് DGP ഒരു സ്പെഷ്യൽ ഓർഡറിലൂടെ പോലീസ് ഓഫീസർ ആക്കിയതാണ്. അപ്പോ ട്രെയിൻഡ് പോലീസ് ഓഫീസേഴ്സ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് MVD-കൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് നാം വിചാരിക്കണം. ഇപ്പൊ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി ജീവിക്കുകയാണ്. റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കണം, റോഡ് അപകടങ്ങളെ കൊല്ലണം. അപ്പൊ ആ രീതി ഒരു വാശി പിടിച്ച് നടക്കുമ്പോൾ ഞാൻ പലരോടും പറയുന്നത് പരാതിയായിട്ട് കണ്ടാൽ മതി, അല്ല ഞാൻ ആരോടും വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല. ഞാൻ ഇത് കുറച്ച് കാണിച്ചു. അതേപോലെ അതേ സ്ട്രാറ്റജി തന്നെ എറണാകുളം റൂറൽ ഡിസ്ട്രിക്റ്റിൽ കുറച്ചു. 30%, അതായത് 351 ഡെത്തിൽ നിന്ന് 251 കുറച്ചു. 100 പേരുടെ ജീവൻ രക്ഷിച്ചു. ഇത് ഞാൻ പറയുന്നത് എന്റെ ബെഡായി അല്ല, നാം വിചാരിച്ചാൽ ചെയ്യാം, ചെയ്ത് തീർക്കാം. അപ്പൊ ഇത് കർശനമായ നടപടികൾ ഉണ്ടായി. കാര്യം ഒരു പെറ്റി കേസ് പോലും കൊടുക്കാൻ എനിക്ക് അധികാരമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. പക്ഷേ ബോധ്യപ്പെടുത്തും ഇങ്ങനെയാണ് പോകേണ്ടത്. ഇത് പൊതു റോഡാണ്. ഇപ്പൊ തന്നെ ബീച്ച് റോഡ് എന്ന് പറയുന്ന അവിടുത്തെ വേഗത, പരമാവധി വേഗത 50 കിലോമീറ്റർ ആയിട്ട് നിജപ്പെടുത്തിയേക്കാണ്. സിറ്റി ലിമിറ്റ് ആണ്. അപ്പൊ ഈ വാഹനത്തിന്റെ സ്പീഡ് കാണിക്കുന്ന ബോർഡുകൾ ഉണ്ടാവണം. അപ്പൊ അതനുസരിച്ച് അവർ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സ്പീഡ് ക്യാമറകളും റഡാറുകളും ഉണ്ടാവണം. പിന്നെ കർശന ശിക്ഷ കൊടുക്കണം. എനിക്ക് തോന്നുന്നു IPC 304A തുല്യമായ ശിക്ഷ കൊണ്ട് ഇവര് പാഠം പഠിക്കില്ല. അത് ഞാൻ മുമ്പ് പറഞ്ഞുപോയി. അപ്പൊ മറ്റ് സ്റ്റേറ്റുകളൊക്കെ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും അവരോട് സൗമ്യമായ ഒരു പെരുമാറ്റം അല്ല വേണ്ടത്. കുറ്റവാളി കൊലയാളി എങ്ങനെയാണ് അതേപോലെ, കാര്യം ഒരു കൊലയാണ് ചെയ്തത്, വാഹനം ഉപയോഗിച്ച് ഒരാളെ കൊന്നു. ആ കൊലയാളിയോട് ചെയ്യേണ്ട പെരുമാറ്റമാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്. കോടതികൾ, ബഹുമാനപ്പെട്ട കോടതികളാണ് അതേപോലെ കുടുംബത്തിന്റെ അത്താണിയാണ്. ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇതുപോലെ ആൽവിൻ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തേക്ക് വന്നാലും കൊച്ചി, മധ്യ കേരളത്തിലേക്ക് പോയാലും വടക്കൻ കേരളത്തിലേക്ക് പോയാലും സ്ഥിതിക്ക് ഒരു മാറ്റവുമില്ല. അപ്പോൾ നമ്മൾ സാങ്കേതിക വിദ്യകൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനൊന്നും തടയിടുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പൂർണ്ണമായും തടയിടുക നമുക്ക് പ്രായോഗികമല്ല. ഇതെല്ലാം വേണം, പക്ഷേ അതിൻ്റെ ദുഷിച്ച വശങ്ങൾ നമ്മൾ എടുത്തു കളയുക, ഡിലീറ്റ് ചെയ്യുക, അത് മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ ഇന്നലത്തെ ഈ സംഭവത്തിലുണ്ടാകണം. തിരികെ ശ്രീ രാകേഷ് നാരായണൻ, തങ്ങളെപ്പോലെയുള്ളവർ വാഹനങ്ങൾ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി കൂടിയായതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം നമ്മളെ യുവാക്കളെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഒരു 18 വയസ്സിന് ശേഷം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നിശ്ചയപ്രായത്തിലുള്ള ആളുകൾ വളരെ ഹരം കൊള്ളുന്നവരാണ്, അല്ലെങ്കിൽ അനുകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളാണ്. അവരെ സംബന്ധിച്ച വാഹനങ്ങളൊക്കെ വലിയ ഹരവുമാണ്. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിലൊരു സുരക്ഷിതമായി എല്ലാം വേണം. ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണം. ഇനിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ നമ്മുടെ ജീവന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്കടക്കം നിർദ്ദേശിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ റീൽസ് എന്ന് പറയുന്ന സംഗതിയിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി സാഹസിക കാര്യങ്ങൾ പബ്ലിക് റോഡിൽ ചെയ്യുന്നതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് നിയമലംഘനമാണ്. അതിനുള്ള നടപടികൾ വേണം, അതിനുള്ള ശിക്ഷാരീതികൾ വേണം, എല്ലാം ശരിയാണ്. ഈ ഒരു സംഗതി അപബോധം കൊണ്ട് അല്ലെങ്കിൽ ബോധവൽക്കരണം കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് പേരെടുക്കാനുള്ള ആ ഒരു ലക്ഷ്യത്തിൽ, പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനുള്ള ലക്ഷ്യത്തിൽ വണ്ടി കൊണ്ട് എന്ത് കാണിക്കാൻ പറ്റും എന്നുള്ളതും, അതിന് ടോപ്പ് സ്പീഡ് കാണിക്കണോ, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ആ ഒരു ആക്സിലേഷൻ കാണിക്കണം, അങ്ങനെ പബ്ലിക് റോഡുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് ഇത് അപകടത്തിലേക്ക് എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ബോധവൽക്കരണത്തിനോടൊപ്പം ട്രെയിനിങ് കാര്യങ്ങൾ, അതുപോലെ MVD പോലുള്ള ആളുകൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു അവബോധം കൊടുക്കലൊക്കെ തന്നെയാണ് ഏറ്റവും മികച്ച കാര്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എല്ലാം അങ്ങ് നിരോധിച്ച് കളയും, അല്ലെങ്കിൽ റീൽസ് അപകടകരമാണ് എന്ന് പറയുന്നതിനുപരി അപകടകരമായിട്ട് അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് റോഡിൽ ചെയ്യരുത് എന്ന ആ ഒരു വാക്കിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീ രാകേഷ്, അങ്ങനെയാണ്. കാരണം നമുക്ക് നിരോധനം ഒന്നിനും പരിഹാരമല്ലോ. നിരോധനത്തിന് നമ്മളെല്ലാം എതിരാണ്. നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. റീൽസൊക്കെ നിരോധിക്കുക എന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ സുരക്ഷ നമ്മുടെ ജീവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽവിനെ പോലെ എത്രയോ ആളുകൾ ഒരു നിമിഷത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയാൽ U-turn ഇല്ല, ജീവിതത്തിന് U-turn ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിയമപരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങളെ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ആ സർക്കിളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവൻ സംരക്ഷിച്ചുള്ള കാര്യങ്ങളും പ്രക്രിയകളുമാണ് വേണ്ടത്. അതാണ് ഞാൻ ചോദിച്ചത്.
അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. അതായത് സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു സാഹചര്യങ്ങൾ വേണം. അതായത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റീൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെ പോയി ചെയ്യണം, അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ട്രാക്കിൽ പോയിട്ട് വേണം റേസിംഗ് പഠിക്കാനായിട്ടെന്ന് പറയും. അതിന് അതിൻ്റെതായിട്ട് റൈഡിങ് ഗിയറുകളുണ്ട്, ഹെൽമെറ്റുകളുണ്ട്, അതുപോലെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാവും. അതല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് വണ്ടി എടുത്തങ്ങ് ഓടിച്ച ഒരു റേസറാവുക അല്ലെങ്കിൽ ഒരു സ്റ്റണ്ടറാവുക ഇല്ല. അത് പബ്ലിക് റോഡിൽ ചെയ്യരുത്. അത് തീർച്ചയായിട്ടും അനുസരിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് അവരുടെ ബാധ്യതയാണ്, യുവാക്കളുടെ പ്രത്യേകിച്ചും എല്ലാവരുടെയും. കാരണം നമ്മുടെ നിയമം നമ്മൾ പാലിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ സേഫായിട്ട് അത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. അതായത് MBD ഉൾപ്പെടെ ഈ സംഭവം വളരെ ജാഗ്രതയോടുകൂടി ഒരു മെസ്സേജായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകണം എന്നാണ് താങ്കളുടെയും അഭിപ്രായം. അതായത് ഇപ്പോൾ ബീച്ച് റോഡിലെ കാര്യം പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ബീച്ച് റോഡിൽ രാവിലെ തിരക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 6:30 വരെയുള്ള സമയങ്ങളിൽ അവിടെ ഒരു ഷൂട്ടിങ്ങിനുള്ള പെർമിഷൻ കൊടുക്കുകയോ സ്പീഡ് ലിമിറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു സേഫായിട്ട് വേണ്ടുന്ന കാര്യം, കണ്ടന്റ് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യം ചെയ്യും. സാഹസികമായിട്ടുള്ള ഞാൻ പറയുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സ്ഥലമില്ല, സൗകര്യമില്ല. അതായത് നമുക്ക് വണ്ടിയൊന്നും ഷൂട്ട് ചെയ്യാൻ പുതിയൊരു വണ്ടി വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. അതായത് നമുക്ക് എവിടെ കൊണ്ടുപോയി നിർത്തി ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന് റോഡിലേക്ക് ഇറക്കാൻ പറ്റുമോ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഒരു സ്റ്റേറ്റിൽ നമ്മളിത് കണ്ടിട്ടില്ല. കേരളത്തിൽ നമുക്ക് സ്ഥലം കുറവാണ്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉള്ള സമയത്ത് ഉള്ള പോലെ കാട്ടാവുന്നത് കാട്ടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും. ഇപ്പോൾ ആ ഒരു ആൽവിൻ എന്ന പയ്യൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ആ ഷൂട്ട് ചെയ്തത്, റീൽ ഷൂട്ട് ചെയ്തത്. അതായത് അവർക്ക് ആ റീൽ തീർക്കുക എന്നുള്ള അന്നത്തെ ആ ഒരു കാര്യമാണ്. ആ സമയത്താണല്ലോ ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങളുടെ കുറവ് കൂടി ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായും. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഈ സംഭവം നോക്കിയാൽ തന്നെ ഇപ്പോൾ വാഹനം ഓടിച്ച ആള് കൈമലർത്തുന്നു ആദ്യം, അല്ലെ വാഹനം മറ്റുന്നതാണ് പറയുന്നു. അപ്പോൾ ഇവരൊക്കെ തടി തപ്പാൻ ശ്രമിക്കുകയാണ്. ഇവരൊക്കെ ആയിരിക്കും ചെറിയൊരു ശിക്ഷയ്ക്ക് ശേഷം വീണ്ടും വന്ന് പലരും ഇതേ സമാപന സംഭവങ്ങളിൽ വീണ്ടും ഈ തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശക്തമായൊരു സംവിധാനം വേണം. നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നല്ല ആളുകൾ മെസ്സേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾക്കും അറിയാമല്ലോ, എത്രയോ റിപ്പോർട്ടുകൾ ഈ വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് ഓരോ ദിവസം പ്രത്യേക ക്യാമ്പയിനുകൾ നടത്താറുണ്ട്, ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ, എത്രയോ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ ഫോളോ അപ്പ് MBD നടത്തുന്നുമുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു തിരുത്തൽ വേണം. ആൽവിനെ പോലെ ഇനി മറ്റൊരാൾ കൂടി ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തിരുത്തൽ ചാലക ശക്തിയിലേക്ക് നമ്മൾക്ക് പോകണം. അത് സാധ്യമാണോ ശ്രീ ഉപേന്ദ്രനാരായണൻ? ശ്രീ രാജേഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കൂടാതെ മാതൃഭൂമിയുടെ എഫേർട്സ് അങ്ങേയറ്റം താല്പര്യത്തോടെയാണ് താങ്കൾ ഈ പ്രോഗ്രാം പലതവണ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് താങ്കളോടും മാതൃഭൂമിയോടും നന്ദിയുണ്ട്. ഇത് പെട്ടെന്ന് തടയാൻ പറ്റില്ല. കാരണം ഈ മലയാളി എന്ന് പറയുന്ന സമൂഹത്തിന് ഒരു പ്രമാണിത്വമുണ്ട്. ഞാനിപ്പോ 1000 ലൈക്ക് മേടിച്ചു കൂട്ടി, ഞാൻ ഒരു 100-400 കമന്റ് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പൊങ്ങച്ചം പറഞ്ഞ് വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. ഈ അൽവിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്, വെറും പയ്യനാണ്. അവനെ കൊണ്ട് ചെയ്യിച്ചവനാണ് ശരിക്കുള്ള കുറ്റവാളി. അതായത് ഈ വാഹനം ഷൂട്ട് ചെയ്യുമ്പോൾ വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് അത് പൊതു നിർത്തി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വാഹനം ഞാൻ പറഞ്ഞില്ലേ 580 BHP ഉള്ള ഒരു വാഹനം ഒരു തെറ്റായ കയ്യിലാണ്. കാര്യം ഞങ്ങളൊക്കെ റേസിംഗ് റാലി ഡ്രൈവേഴ്സ് ആണ്. അപ്പോൾ എങ്ങനെയും നമുക്ക് സ്പീഡിൽ പോയേ പറ്റൂ. അപ്പൊ അതുമാതിരിയുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ഉള്ള ഒരാളിനെ കൊണ്ട് വണ്ടി ഓടിക്കുകയായിരുന്നു ഈ അപകടം ഉണ്ടാവില്ല. ചെയ്തത് തെറ്റ് തന്നെ എങ്കിൽ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് പ്രോപ്പറായിട്ട് അവർ ചെയ്യാത്ത മൂലം നിരപരാധിയായ ആ പയ്യൻ മരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ ശരിക്കുള്ള കുറ്റവാളി ഇതൊരു ഗൂഢാലോചനയായിട്ട് തന്നെ പോലീസ് എടുക്കണം. ഇതിന്റെ പിന്നിൽ കുറെ ആൾക്കാർ പ്രവർത്തിച്ചിട്ട് ഇവനെ ബലിയാടാക്കുക. അവരുടെ വാഹന കച്ചവടത്തിന്റെ പ്രൊമോഷനും വാഹനത്തിന്റെ പെർഫോമൻസ് ഒക്കെ ആൾറെഡി യൂട്യൂബിലുണ്ട്. അപ്പോ പുതുതായിട്ടൊരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോ കേരളത്തിലെ നമ്മുടെ ഒരു നമ്മുടെ പയ്യന്മാരുടെ നമ്മുടെ സ്വന്തമായിട്ട് എല്ലാവരും ഒരു വലിയ മത്സര ബുദ്ധികളാണ്. പിന്നെ നമ്മളെല്ലാം പ്രമാണികളാണ്, എല്ലാം ന്യൂസ് മേക്കേഴ്സ് ആണെന്നുള്ള ഒരു തെറ്റായ ചിന്ത മനസ്സിലോടുന്നുണ്ട്. ഞാൻ അവനേക്കായി മിടുക്കനാണ്, എനിക്ക് 1001 ലൈക്ക് കിട്ടി, അവന് 1000 കിട്ടിയുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് എന്താണ് നേടുന്നത്? നിങ്ങളുടെ ജീവനാണ് പരമപ്രധാനം. നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങൾ ഒരു നിമിഷം നോക്കുക. കാര്യം മുമ്പ് ബോംബെയിലെ ഒരു പോലീസ് DGP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരസ്യം ഡോക്ടർ പസ്രീജ, അദ്ദേഹത്തിന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ യു ഓൺലി ലീവ് വൺസ്. അതാണ് അദ്ദേഹത്തിന്റെ ഹോർഡിങ്സ്. മഹാരാഷ്ട്ര പോലീസ് മുഴുവൻ അത് ഏറ്റെടുത്തു. എല്ലാ ചെറുപ്പക്കാരോടും പറയും, മോനെ നീ ഒറ്റ പ്രാവശ്യം നിനക്ക് ഈ ജന്മമുള്ളൂ, നീ ജീവനോട്ടിരുന്നാലേ ഈ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളം മാതിരി
ഇത്ര ഗോഡ് സോൺ കൊണ്ട് നീ സന്തോഷമായിട്ട് സുഖമായിട്ട് എല്ലാ കംഫർട്ട്സ് ഓഫ് ലൈഫ് എൻജോയ് ജീവിക്കണമെങ്കിൽ നീ ജീവിച്ചിരിക്കണം. ഇപ്പൊ 18 വയസ്സ് 20 വയസ്സുകാരൻ മരിച്ചു എന്ന് പറയുമ്പോ അവൻ എങ്ങും എത്തിയില്ല. അപ്പോ എനിക്കും ഡോക്ടർ പസ്രീച്ച പറഞ്ഞത് മാത്രമാണ് മാതൃഭൂമിയോട് പറയാനുള്ളത്. യു ഓൺലി ലീവ് വൺസ് എന്ന് പറഞ്ഞാൽ നീ ഒറ്റ പ്രാവശ്യം ജീവിച്ചിരിക്കുള്ളൂ. അടുത്ത പ്രാവശ്യം നീ തീരും, അല്ലെങ്കിൽ നീ ജനിക്കില്ല. അപ്പൊ നമുക്ക് ദൈവം തന്നേക്കുന്ന ഈ ജന്മം നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു ഉത്തമ പൗരനായി നിയമങ്ങൾ പാലിച്ച് അന്തസ്സോടെ ജീവിക്കണം. തീർച്ചയായും അതാണ് ശ്രീ ഉപേന്ദ്രനാരായണൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ മാതൃഭൂമി ന്യൂസിനും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും യുവാക്കളോടും അവരുടെ രക്ഷിതാക്കളോടും ഒക്കെ തന്നെ പറയാനുള്ളത്, നമ്മൾ മില്യൺ ലൈക്കിന് വേണ്ടി ഷെയറിന് വേണ്ടി പോകുമ്പോൾ, നിയമങ്ങൾ ലംഘിച്ച് പോകുമ്പോൾ തിരിച്ച് ആദരാഞ്ജലികളുടെ സിമ്പലുകൾ തിരിച്ച് വരാതിരിക്കാൻ നമ്മൾ നോക്കുക. നമ്മൾ നിയമങ്ങൾ പാലിക്കുക, കൈവിട്ടുള്ള കളിക്ക് നിൽക്കാതിരിക്കുക. വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രനാരായണനൊപ്പം രാകേഷ് നാരായണൻ വിലയിരുത്തലുകൾ നടത്തിയതിന്.